ശരീര സൗന്ദര്യ മത്സരത്തിലെ വിജയികളുടെ സ്പോർട്സ് ക്വാട്ട നിയമനത്തിനായുള്ള വൈദ്യപരിശോധനയിൽ പരാജയപ്പെട്ട് ചിത്തരേഷ് നടേശൻ. ചിത്തരേഷിന്റേത് പരന്ന പാദങ്ങളെന്നാണ് കണ്ടെത്തൽ. ഷിനു ചൊവ്വ മെഡിക്കൽ പരിശോധനയിൽ വിജയിച്ചിട്ടുണ്ട്. ഇരുവരെയും സ്പോർട്സ് ക്വാട്ടയിൽ നിയമിക്കാനുള്ള തീരുമാനം വിവാദമായിരുന്നു. CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇരുവരും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, വഴിവിട്ട് ഇരുവർക്കും നിയമനം നൽകാനുള്ള നീക്കം അത് വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ വിവാദങ്ങൾക്കിടയിലും ആ നടപടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു സർക്കാർ. ഇതിപ്പോൾ ചിത്തരേഷിന്റെ പരിശോധനയിൽ വലിയ തിരിച്ചടിയുണ്ടായി എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അപ്പോൾ നിയമനം ലഭിക്കില്ലെന്നാണോ മനസ്സിലാക്കുന്നത്? നിയമനം ലഭിക്കാൻ നിയമപരമായി നോക്കുമ്പോൾ അത് സാധ്യത വളരെ കുറവാണ്. കാരണം പരന്ന പാദമാണ്, അതുകൊണ്ട് അത് ഈ പരിശോധനയിൽ ഒരു നെഗറ്റീവാണ് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ചിത്രേഷിന്റെ കാര്യമായതുകൊണ്ട് ചിത്രേഷിന് ഇനി നിയമനം കൊടുത്താൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല. കാരണം അങ്ങനെയാണ്, പടിപടിയായിട്ട് തോൽക്കുന്നു, വീണ്ടും വീണ്ടും സർക്കാർ ഇവരെ ജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു, പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തുകയും വീണ്ടും ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനും നിയമനം നൽകാനുള്ള നടപടികളിലേക്ക് ഉണ്ടായിക്കൂടാ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. അതിനുള്ള സാധ്യത എന്തായാലും ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് ചിത്തരേഷും അതോടൊപ്പം തന്നെ ഷിനു ചൊവ്വയും. ഇവർ ആദ്യമേ കായികക്ഷമതാ പരീക്ഷയിലാണ് പങ്കെടുക്കേണ്ടിരുന്നത്. അതിൽ ചിത്തരേഷ് പങ്കെടുത്തിരുന്നു, അതിന് പിന്നാലെ പരാജയപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഷിനു ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നില്ല. പിന്നീടാണ് ഇവർക്ക് ഈ കായികക്ഷമതാ പരീക്ഷ വീണ്ടും നടത്താൻ വേണ്ടിയിട്ട് ആദ്യം തീരുമാനമെടുക്കും, പിന്നീട് അത് ഒഴിവാക്കി നൽകുകയും ചെയ്തത്. ഏറ്റവും അവസാനം എന്ന നിലയിലാണ് അതിനൊരു മെഡിക്കൽ പരിശോധന മാത്രമാക്കി ചുരുക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ മെഡിക്കൽ പരിശോധനയിലും ഇപ്പോൾ ചിത്രേഷ് പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയും എന്തെങ്കിലും വളഞ്ഞ വഴികൾ ഇതിന് പിന്നിൽ ഉണ്ടാകുമോ നിയമനത്തിൽ നിന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ശരി, എന്തായാലും വൈദ്യപരിശോധനയിൽ പരാജയപ്പെട്ടെങ്കിലും ചിത്രേഷ് നടേശന് നിയമനം നൽകുമോ സർക്കാർ എന്ന് തന്നെയാണ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്.